ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഈ അതിവിശിഷ്ടമായിട്ടുള്ള ഈ സപ്ത മാതൃശ്ലോകം വളരെ വിശേഷപ്പെട്ടതും പ്രധാനപ്പെട്ടതുമായ ഒരു ദേവി ശ്ലോകമാണ്. ഭക്തിപൂർവം അമ്മയെ ധ്യാനിച്ച് ജപിക്കുവാൻ വളരെ ഉത്തമമാണ്. ഈ മന്ത്രം അല്ലെങ്കിൽ ഈ ശ്ലോകം ജപിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം, അതിൻ്റെ ഫലശ്രുതി, അതും കൂടി നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ബ്രാഹ്മീ മാഹേശ്വരി ചൈവ കൗമാരി വൈഷ്ണവീ തഥാ വാരാഹി ച മഹേന്ദ്രാണി ചാമുണ്ഡാ സപ്തമാതര. ഇതിൻ്റെ അർത്ഥം ബ്രാഹ്മി, മാഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, ഇന്ദ്രാണി അതായത് മഹേന്ദ്രാണി, ചാമുണ്ഡ എന്നീ 7 നാമങ്ങൾ ആണ് ഈ സപ്തമാതാക്കൾ എന്ന് അറിയപ്പെടുന്നത്. അഥവാ 7 ദേവിമാരുടെ നാമങ്ങളാണ്. അതിൽ രണ്ടാമതായി വരുന്ന ശ്ലോകം ഇതാണ്, നോക്കാം. നമസ്തുഭ്യം മഹാമാത സർവരക്ഷാകരീ ശുഭേ ഭക്താനാം അഭയം ദത്യാ ത്രാഹീന പരമേശ്വരി. അർത്ഥം: സർവത്തിനെയും സംരക്ഷിക്കുന്നവളും സർവമംഗളങ്ങളും നൽകുന്നവളുമായിട്ടുള്ള അല്ലയോ അമ്മേ, അല്ലയോ മഹാമാതാവായിട്ടുള്ള അമ്മേ, അവിടുത്തേക്കായിക്കൊണ്ട് നമസ്കാരം. ഭക്തർക്ക് അഭയം നൽകി, അതായത് ഭയമില്ലാത്ത അവസ്ഥ, അഭയം നൽകി ഭക്തരായിട്ടുള്ള ഞങ്ങളെ കാത്തുരക്ഷിച്ചാലും അല്ലയോ പരമേശ്വരി, അവിടുത്തേക്കായിക്കൊണ്ട് നമസ്കാരം. ഈ ശ്ലോകം, ഈ സ്തുതി എന്തിനാണ് ചൊല്ലുന്നത് എന്ന് ചോദിച്ചാൽ, അതായത് സപ്തമാതാക്കളെ അല്ലെങ്കിൽ ദേവിയുടെ 7 ഭാവങ്ങളെ സ്തുതിക്കുന്ന ഈ ശ്ലോകം ചൊല്ലുന്നത് പ്രധാനമായിട്ടും സർവസംരക്ഷണം. ഈ ശ്ലോകത്തിൽ തന്നെ വിവരിക്കുന്നത് പോലെ സർവരക്ഷാകരിയാണ്, സർവസംരക്ഷണം നൽകുന്നവളാണ് ദേവി. സർവവിധ ആപത്തുകളിൽ നിന്നും അല്ലെങ്കിൽ പ്രതിസന്ധികളിൽ നിന്നും നമ്മെ സംരക്ഷിച്ച് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ സ്തുതി ചൊല്ലുന്നത് വഴി നമുക്ക് സാധിക്കുന്നതാണ്. ഭയം അകറ്റാൻ, അതായത് അഭയം ദത്വ എന്ന് പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിലുള്ള ഭയവും ആശങ്കകളും അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ അകറ്റി നമുക്ക് ധൈര്യം ലഭിക്കുവാനായിട്ട് ഈ സ്തുതി നമ്മെ സഹായിക്കുന്നതാണ്. മംഗളപ്രാപ്തി എന്ന് പറയുന്നത്, അതായത് കുടുംബത്തിൻ്റെ ഐശ്വര്യം, സമാധാനം, ശുഭേ എന്ന് ഇതിനകത്ത് വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ കുടുംബത്തിലെ ഐശ്വര്യവും സമാധാനവും നിലനിർത്താൻ വേണ്ടിയിട്ട് ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഈ ദോഷങ്ങളൊക്കെ മാറാൻ, സകലവിധ ദോഷങ്ങളും മാറാൻ വേണ്ടിയിട്ട് ചാമുണ്ഡി, വാരാഹി തുടങ്ങിയ അമ്മയുടെ തന്നെ ഉഗ്രഭാവങ്ങളിലുള്ള ദേവിമാരെ സ്മരിക്കുന്നതും അല്ലെങ്കിൽ ആരാധിക്കുന്നതുകൊണ്ട് സർവവിധ ദൃഷ്ടിദോഷങ്ങളോ ബാധോപദ്രവങ്ങളോ മറ്റ് നെഗറ്റീവ് എനർജി കൊണ്ടുള്ള ദോഷങ്ങളോ അല്ലെങ്കിൽ ആഭിചാരക്രിയകൾ കൊണ്ടുള്ള ദോഷങ്ങളോ ഒക്കെ മാറി നമ്മളെ അതിൽ നിന്നൊക്കെ സംരക്ഷിച്ച് നമ്മൾക്ക് സംരക്ഷണം നൽകുന്നു. സാധാരണ ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്ന വേളയിലോ അല്ലെങ്കിൽ നമ്മുടെ ഭവനങ്ങളിലൊക്കെ സന്ധ്യാവന്ദനമൊക്കെ ചെയ്ത് വിളക്ക് കൊളുത്തിയിട്ട്
നമ്മൾ നാമം ജപിക്കുന്നതിൻ്റെ കൂടെ ശുദ്ധമായിട്ട് ഈ സ്തോത്രം കൂടി ജപിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഭക്തിയോടെ ചിത്തശുദ്ധിയോടുകൂടി ആ അമ്മയെ ധ്യാനിച്ച് ജപിക്കാൻ കഴിയുന്നവർ, അവർക്ക് അങ്ങനെയുള്ള ആ ഭാഗ്യവാന്മാർക്ക് അത് വളരെ ലളിതവുമാണ്, ശക്തിമത്തായിട്ടുള്ളതും ഒരു ദിവ്യമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. അപ്പം ഈ ശ്ലോകം ഭക്തിയോടുകൂടി ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ആ അമ്മയുടെ 7 മാതൃഭാവങ്ങളെ ആരാധിക്കുക. എല്ലാവർക്കും സർവമംഗളങ്ങളും ഉണ്ടാവട്ടെ. ആ ദേവിയുടെ കൃപാകടാക്ഷം ലഭിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് അമ്മയുടെ തൃപ്പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം ശ്രീ മഹാദേവി നമഃ.